ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരിത്തിരി ലേറ്റായിട്ട് 7 മണിക്കാണ് എഴുന്നേറ്റിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ സുബ്ഹിയൊക്കെ നിസ്കരിച്ച് നമ്മൾ രാവിലെ തന്നെ കൗഫൊക്കെ ഓതി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അനിയനൊക്കെ എഴുന്നേറ്റതിന് ശേഷമാണ് നമ്മൾ ബെഡൊക്കെ റെഡിയാക്കൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്ലൈൻഡ്സൊക്കെ തുറന്ന് പിന്നെ ജനലൊക്കെ തുറന്നും ഇപ്പം നമ്മുടെ നോമ്പിൻ്റെ ക്ലീനിങ് ഒക്കെ നടത്തിയതുകൊണ്ട് നമ്മുടെ റൂമിന് ഭയങ്കര മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൺലൈറ്റൊക്കെ കിട്ടുമ്പോൾ റൂമിനൊരു വെറൈറ്റി വൈബാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ജനലൊക്കെ തുറക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ ബെഡ്ഷീറ്റിന് നമുക്ക് മാറ്റമൊന്നും വേണ്ട. ഇപ്പോൾ പുതിയ എലാസ്റ്റിക്കുള്ള ബെഡ്ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റിന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മളത് ഇപ്പോൾ പുതപ്പൊക്കെ മടക്കി വെക്കണതാണ്. അതുമാത്രമാണ് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയുള്ള ആകെ ഡ്യൂട്ടി. അങ്ങനെ നമ്മൾ പുതപ്പൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുതപ്പൊക്കെ മടക്കി നമ്മുടെ റൂമിൽ ഫുള്ള് സെറ്റാക്കി വെച്ച് ഇനി നമ്മൾ ഫ്രഷ് ആവാൻ പോകണം. അപ്പോൾ ഇതേ നമ്മൾ യൂണിഫോമൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ഇന്നലെ ഒരിത്തിരി ബിസി ആയതുകൊണ്ട് ടൈം ടേബിളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളിത് രാവിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ചായയും പിന്നെ ഇടിയപ്പവുമായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് ഇടിയപ്പവും പഞ്ചസാരയുമാണ് കഴിക്കുന്നത്. കറി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇടിയപ്പവും പഞ്ചസാരയുമാണ് കഴിക്കാൻ തോന്നിയത്. അങ്ങനെ നമ്മൾ അത് കഴിച്ച് നമ്മൾ ചോറും പാത്രമൊക്കെ സെറ്റാക്കി വെച്ച് നമുക്ക് മുട്ടക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് വനിതയിൽ ഇന്നതേ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് പാർട്ടി പോലെ എന്തൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ ഇതേ നമ്മൾ എല്ലാം റെഡിയാക്കി സ്കൂളിലേക്ക് പോയി. പിന്നെ ഇതേ നമ്മൾ 4 മണിക്കാണ് തിരിച്ചെത്തിയത്. വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഇങ്ങനെ പറക്കി തിന്നുന്നത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു ഇത്തിരി ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ആ വനിതയിൽ കിട്ടിയ പാട്ടിയും പഴം വെച്ച് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ശനി ഞായർ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ടു ഡു ലിസ്റ്റ് എഴുതണം, എന്തൊക്കെ പഠിക്കാനുണ്ടെന്നും. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ ഈ പ്ലാനർ എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ അന്ന് മിനിസോയിൽ പോയപ്പോൾ വാങ്ങിയ പ്ലാനറായിരുന്നു. പ്ലാനർ ഞാൻ അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല. പേര് എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു റീഡിങ് ലിസ്റ്റ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫസ്റ്റ് നമുക്ക് കുറേ വർഷത്തെ കലണ്ടർ ഉണ്ട്. പിന്നെ ഇതേ ടു ഡു ലിസ്റ്റൊക്കെ എഴുതാൻ കുറേ സ്ഥലമുണ്ട്. ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതേ ഞാൻ ബുക്സ് ഐ റീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വായിച്ച ബുക്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ലൈനുള്ള പേജസും ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ അതൊക്കെ വെച്ച് ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ടു ഡു ലിസ്റ്റ് എഴുതാൻ പോകണതാണ്. സാധാ ഒരു പേപ്പർ കീറിയിട്ടാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതാൻ പോണത്. അപ്പോൾ വീക്കെൻഡൊക്കെ അല്ലേ വന്നത്, നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നൊരു ഓർഡർ ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതാനിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കാനുള്ളത് കുറച്ച് കൂടുതലാക്കി എഴുതി വെച്ചിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതും. എന്നാലേ നമുക്ക് ഇത്രയും പഠിക്കാണ്ടെന്ന് വിചാരിച്ചാൽ കുറച്ചെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ദേ ഇവിടെ ഓൾറെഡി ഒട്ടിച്ചതിൻ്റെ അടിയിൽ കൂടി നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റും ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ജനലൊക്കെ അടക്കണതാണ്. വൈകുന്നേരം ആകുമ്പോൾ ആ ജനലടപ്പൊക്കെ ചെയ്ത് അപ്പോൾ അതേ നമ്മുടെ നോമ്പിനുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൂം ഇതേ ഇങ്ങനെയാണ് ഉള്ളത്. 2 കട്ടിലും വേറെ വേറെ ആക്കിയിട്ട് നമ്മുടെ ടേബിൾ ആ മൂലയിലേക്കും ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമുള്ള ഖുർആൻ ഓതാനൊക്കെ പോയി. പിന്നെ നമുക്ക് ഹിഫ്ളിൻ്റെ ക്ലാസ് ഉണ്ട്, അതിന് വേണ്ടി നമ്മൾ പഠിക്കാനും പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി 7 മണി മുതൽ 8 മണി വരെ നമ്മൾ അതിൻ്റെ പുറകിലായിരിക്കും. അങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്കാണ് നമ്മൾ രാത്രി പഠിക്കാനിരിക്കാറ്. അപ്പോൾ അതേ ഞാനിപ്പോൾ സോഷ്യലാണ് പഠിക്കാൻ എടുത്തേക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഈ ആഴ്ചയാണ് നമ്മുടെ സോഷ്യൽ ചാപ്റ്റർ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എക്സാമിന് മുമ്പേ സോഷ്യൽ തന്നെ ഇങ്ങനെ പഠിച്ചു തീർക്കുന്നത്. അങ്ങനെ അതേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്.
രാത്രി വാപ്പിയൊക്കെ വന്നപ്പോൾ ഞാൻ യോഗേട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഗേട്ടിന് പകരം നമുക്ക് തൈരാണ് കിട്ടിയത്. അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നെന്നൊക്കെ നോക്കി അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ഇഷാ നിസ്കരിക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കൂളുള്ള ദിവസത്തെ റൂട്ടീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.